തീരുമാനവും അനുവദിച്ച പണവും ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുകയാണ്. സർക്കാരിന്റെ ക്ഷേമ പെൻഷൻ അതായത് 25-ാം തീയതി മുതൽ കൊടുത്താൽ മതി ഈ മാസം യഥാർത്ഥത്തിൽ. പക്ഷെ അത് 19-ാം തീയതി മുതൽ വിതരണം നടത്തിയാണ്. സാമൂഹ്യക്ഷേമ പെൻഷൻ നാളെ മുതൽ വിതരണം ചെയ്യാണ്. അതിനായിട്ടുള്ള 1105 കോടി രൂപ അനുവദിച്ചു. ഓണം ആയതുകൊണ്ടാണ് അടുത്ത മാസത്തേക്ക് കിട്ടേണ്ട പെൻഷൻ 19-ാം തീയതി തൊട്ട് കൊടുത്തു തുടങ്ങുന്നത്. പെൻഷൻ ഒരു മാസവും മുടങ്ങാതെ കൊടുക്കണമെന്നുള്ള UDF സർക്കാരിന്റെ നയത്തിന്റെ ഭാഗം കൂടിയാണിത്. സാമൂഹ്യ സുരക്ഷാ പെൻഷൻ 59,472 ഗുണഭോക്താക്കൾക്കായിട്ട് സംസ്ഥാന വിഹിതമായി 951 കോടി 40 ലക്ഷം അനുവദിച്ചു. ഗുണഭോക്താക്കള് 59,472. സ്റ്റേറ്റ് ഷെയറാണ് 951 കോടി 40 ലക്ഷം അനുവദിച്ചത്. ക്ഷേമനിധി ബോർഡുകളുടെ പെൻഷൻ സർക്കാരിന്റെ ധനസഹായത്തോടുകൂടി പെൻഷൻ നൽകുന്ന 16 ബോർഡുകളിലെ 6.59 ലക്ഷം ഗുണഭോക്താക്കൾക്കായി 130 കോടി 32 ലക്ഷം അനുവദിച്ചു. ഇനി ദേശീയ സാമൂഹ്യ സഹായ പദ്ധതി വാർദ്ധക്യ, ഭിന്നശേഷി, വിധവ പെൻഷനുകളിലെ 8,46,456 പേർക്കുള്ള വിഹിതം കേന്ദ്ര സംസ്ഥാന വിഹിതമായിട്ടുള്ള 24.76 കോടി രൂപ അനുവദിച്ചു. ഓഗസ്റ്റ് 19 മുതൽ വിതരണം ആരംഭിച്ച് അതിന്റെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കും. സർക്കാർ ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും ആനുകൂല്യങ്ങളും ബോണസും പ്രഖ്യാപിച്ചു. 630 കോടി 5 ലക്ഷം രൂപ. അംഗൻവാടി പെൻഷൻകാരുടെ കുടിശ്ശിക നേരത്തെ ഒരു 10 കോടി രൂപ അനുവദിച്ചിട്ടുണ്ടായിരുന്നു. 24 കോടി രൂപ കൂടി അനുവദിച്ചു. ഈ ജൂലൈ 31 വരെയുള്ള മുഴുവൻ കുടിശ്ശികയും അവരുടെ മുഴുവൻ കുടിശ്ശികയും കൊടുത്തു തീർക്കുകയാണ്. ഇപ്പൊ ആകെ കൊടുത്തിരിക്കുന്നത് 34 കോടി രൂപയാണ് അംഗൻവാടി പെൻഷൻകാരുടെ പെൻഷൻ കുടിശ്ശിക ഉണ്ടായിരുന്നത്. വലിയ ഡിമാൻഡായിരുന്നു. അതുപോലെ ജീവനക്കാർക്കും അധ്യാപകർക്കും 4,500 രൂപ ബോണസ്, 20,000 രൂപ ഓണം അഡ്വാൻസ്, ബോണസിന് അർഹതയില്ലാത്തവർക്ക് 3,000 രൂപ ഉത്സവ ബത്ത, പാർട്ട് ടൈം കണ്ടിജന്റ് ജീവനക്കാർക്ക് 6,000 രൂപ അഡ്വാൻസ്, സർവീസ് പെൻഷൻകാർക്ക് 1,250 രൂപ ബോണസ്, ആശാ അംഗൻവാടി പ്രവർത്തകർക്ക് 1,450 രൂപ ഉത്സവ ബത്ത. പിന്നോക്ക വിഭാഗ സ്കോളർഷിപ്പിന്റെ കുടിശ്ശിക ആയിരുന്നു. മുൻ സർക്കാരിന്റെ കാലത്തെ കുടിശ്ശിക തീർക്കുന്നതിനായി 84 ദിവസത്തിനകം 310 കോടി രൂപ അനുവദിച്ചു. പിന്നോക്ക വിഭാഗക്കാരുടെ സ്കോളർഷിപ്പിന്റെ കുടിശ്ശിക ആയിരുന്നു. ആരോഗ്യ മേഖലയിൽ കാസ്പ്, ആരോഗ്യകിരണം പദ്ധതികളിലെ അടിയന്തര ബാധ്യതകൾ തീർക്കാൻ 200 കോടി രൂപ അനുവദിച്ചു. ഇതിനേക്കാൾ കൂടുതൽ ബാധ്യതയുണ്ട്. പക്ഷെ അടിയന്തരമായിട്ടുള്ള ബാധ്യതകൾ തീർക്കാൻ 200 കോടി രൂപ അനുവദിച്ചു. സപ്ലൈകോ വഴി നെല്ല് സംഭരിച്ചതിന്റെ 2026 ജൂലൈ 31 വരെയുള്ള PRS കുടിശ്ശിക തീർപ്പാക്കാൻ 150 കോടി രൂപ അനുവദിച്ചു. നെല്ല് സംഭരണ കുടിശ്ശിക ഓണത്തിന് മുമ്പ് നൽകി തീർക്കുക എന്നതായിരുന്നു ഗവൺമെന്റിന്റെ ലക്ഷ്യം. ജൂലൈ 31 വരെയുള്ള PRS കുടിശ്ശിക അതിന്റെ കണക്ക് നമ്മുടെ കയ്യിലല്ല, അത് മുഴുവൻ നമ്മൾ കൊടുത്തു തീർത്തു. സപ്ലൈകോയ്ക്ക് 53 കോടി രൂപ സബ്സിഡി കാര്യങ്ങൾക്ക് ഓണവിപണി സജീവമാക്കുന്നതിനും 53 കോടി രൂപ മുൻകൂറായിട്ട് അനുവദിച്ചു. കൺസ്യൂമർ ഫെഡിന് ഓണം വിപണി ഇടപെടൽ സജീവമാക്കുന്നതിന് വേണ്ടി അവരാവശ്യപ്പെട്ട 25 കോടി രൂപ അനുവദിച്ചു. ഇനി തൊഴിലുറപ്പ് തൊഴിലാളികൾക്കുള്ള ഓണം ബത്ത 100 തൊഴിൽ ദിനങ്ങൾ പൂർത്തിയാക്കിയ 3.68 ലക്ഷം കുടുംബങ്ങൾക്ക് 1,200 രൂപ വീതം നൽകാൻ 44.24 കോടി. അയ്യങ്കാളി നഗര തൊഴിലുറപ്പ് 100 ദിനങ്ങൾ പൂർത്തിയാക്കിയ 7,080 തൊഴിലാളികൾക്ക് 1,200 രൂപ നൽകാൻ 85 ലക്ഷം രൂപ. ഇങ്ങനെ 45 കോടി 9 ലക്ഷം രൂപ തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് കൊടുത്തിട്ടുണ്ട്. സ്കൂൾ പാചക തൊഴിലാളികളുടെ വേതനം നമ്മൾ ഗവൺമെന്റ് വന്ന ഉടനെ 1,000 രൂപ വർദ്ധിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ആ വർദ്ധിപ്പിച്ച 1,000 രൂപ ഉൾപ്പെടെ അവരുടെ അക്കൌണ്ടുകളിലേക്ക് നേരിട്ടെത്തിക്കാൻ 44 കോടി രൂപ അനുവദിച്ചു. ലോട്ടറി ഏജന്റുമാരുടെയും വിൽപ്പനക്കാരുടെയും ക്ഷേമം അതിന് 26 കോടി 47 ലക്ഷം രൂപ അനുവദിച്ചു. അവരുടെ ബോണസ് 1,000 രൂപയാക്കി ഉയർത്തി, ഉത്സവ ബോണസ്. സജീവ ഏജന്റുമാർക്ക് 8,500 പെൻഷൻകാർക്ക് 3,750 രൂപയും ലഭിക്കും. എൻഡോസൾഫാൻ ദുരിതബാധിതരുടെ സ്നേഹസാന്ത്വനം പദ്ധതിയിൽ അവരുടെ ധനസഹായവും പുനരധിവാസവുമായി ബന്ധപ്പെട്ട് 5,208 നിലവിലുള്ള ഗുണഭോക്താക്കൾക്കും പുതിയതായി ഉൾപ്പെടുത്തിയ 1,000 പേർക്കും സാമ്പത്തിക സഹായം, കെയർ ഗിവേഴ്സിനുള്ള ബത്ത, കുട്ടികളുടെ വിദ്യാഭ്യാസം, 10 MCRCകളുടെ നവീകരണം എന്നിവയ്ക്കായി 14 കോടി 40 ലക്ഷം രൂപ വകയിരുത്തി.
പട്ടികവർഗ വിഭാഗക്കാർക്ക് ഓണക്കോടി അതിന് വേണ്ടിയിട്ട് 60 വയസ്സിന് മുകളിലുള്ള 52,826 പട്ടികവർഗക്കാർക്ക് ഒരാൾക്ക് 1000 രൂപ നിരക്കിൽ ഓണക്കോടി വിതരണം നടത്തും. അതിന് 5.28 കോടി അവതരിപ്പിച്ചു. വയനാട് ഞാൻ നേരത്തെ പറഞ്ഞതാണ്, പുനരധിവാസവുമായി ബന്ധപ്പെട്ട് 2 ലക്ഷം രൂപ അനുവദിച്ചെന്ന് പറഞ്ഞ ഓരോരുത്തർക്കും. സ്പോർട്സ് കൌൺസിലിലെ കരാർ ജീവനക്കാരുടെ ശമ്പള കുടിശ്ശിക അത് ഏപ്രിൽ, മെയ്, ജൂൺ മാസങ്ങളിലെ വേതനം നൽകുന്നതിനായി 1.5 കോടി രൂപ അനുവദിച്ചു. പൂട്ടിക്കിടക്കുന്ന തോട്ടങ്ങളിലെ തൊഴിലാളികൾക്ക് ഉത്സവ ഭത്തയും കിറ്റും 2000 രൂപ എക്സ്ഗ്രേഷ്യ ആശ്വാസവും 1000 രൂപ മൂല്യമുള്ള സപ്ലൈകോ ഓണം ഗിഫ്റ്റ് കാർഡുകളുടെ വിതരണം അതിന് 21 ലക്ഷത്തോളം രൂപ വരും. ആശ്വാസകിരണം പദ്ധതിയുടെ ധനസഹായ വർധനവ്, പ്രതിമാസഹായം, കിടപ്പിലായ രോഗികളെയും ഭിന്നശേഷിക്കാരെയും പരിചരിക്കുന്നവർക്കുള്ള ധനസഹായം 600 രൂപയിൽ നിന്ന് 1000 രൂപയാക്കി ഉയർത്തി. പിന്നെ കൈത്തറി സ്കൂൾ യൂണിഫോം പദ്ധതി, സൌജന്യ സ്കൂൾ യൂണിഫോം പദ്ധതി പ്രവർത്തനങ്ങൾക്കായി ഫണ്ട് റിലീസ് ചെയ്തു. 18.32 കോടി എന്നിവ ഉൾപ്പെടെ മൊത്തം നെയ്ത്തുകൂലി ഉൾപ്പെടെയുള്ള 30 കോടി രൂപ അതിനായിട്ട് അനുവദിച്ചിട്ടുണ്ട്. ഇതാണ് ഇപ്പോൾ സർക്കാർ ഓണവുമായിട്ട് ബന്ധപ്പെട്ട് നടത്തിയിരിക്കുന്നത്. കനത്ത ധനപ്രതിസന്ധിയിലൂടെ കടന്നു പോകുമ്പോഴും ഈ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചെയ്യാൻ സർക്കാർ ബാധ്യസ്ഥമാണ്. സർക്കാർ അത് ചെയ്തിട്ടുണ്ട്. അത് ഇനിയും വരും. എല്ലാം കൂടി കൂട്ടി ഒരുമിച്ച് പറയാം. കഴിഞ്ഞ മുമ്പൊക്കെ ഈ അഡ്വാൻസ് പെൻഷൻ കൂടി നൽകുന്നുണ്ട്. അത് 1 മാസത്തെ പെൻഷൻ കൂടി 2 മാസത്തെ പെൻഷൻ ഒന്നിച്ച് കയ്യിൽ കിട്ടുന്ന ഒരു സമ്പ്രദായം നേരത്തെ ഉണ്ടായിരുന്നു. അപ്പൊ തന്നെ ഓണ കിറ്റുകളുടെ വിതരണം അത് കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചതാണ്. അതുമായി ബന്ധപ്പെട്ട് വലിയ പരാതിയുണ്ട്, എത്തിയിട്ടില്ല എന്ന കാര്യം. തെറ്റായിട്ടുള്ള വാർത്തയാണത്. ഈ ഓണക്കിറ്റ് വിതരണം സംസ്ഥാന ഇന്ന് ഉച്ചയ്ക്ക് 2:30 വരെയുള്ള കണക്ക് ഞാൻ പറഞ്ഞായിരുന്നു. ഇന്ന് ഉച്ചയ്ക്ക് 2:30 വരെ സംസ്ഥാന സർക്കാരിന്റെ സൌജന്യ ഓണക്കിറ്റ് വിതരണം പുരോഗമിക്കുകയാണ്. റേഷൻ കടകളിൽ എത്തിച്ച ആകെ കിറ്റുകൾ നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്നത് 6,02,650 റെഡിയാണ്. അതിൽ ഡിമാൻഡ് 5,93,000 ഉള്ളൂ. പക്ഷെ നമ്മുടെ 6,02,000 നമുക്ക് റെഡിയാണ്. ഇതുവരെ റേഷൻ കടകളിൽ എത്തിച്ചത് 3,06,092 കിറ്റ്. ഏകദേശം പകുതിയിലധികം കിറ്റുകൾ റേഷൻ കടയിൽ എത്തിച്ചിട്ടുണ്ട്. കാർഡ് ഉടമകൾ കൈപ്പറ്റിയത് അതിൽ 75,885 കാർഡ് ഉടമകൾ കൈപ്പറ്റിയിട്ടുണ്ട്. ഓരോ ജില്ല തിരിച്ചുള്ള ഓരോ കണക്കുകളും പ്രത്യേകമായിട്ട് എന്റെ കയ്യിലുണ്ട്. വ്യാപകമായ പ്രചരണം ഓണക്കിറ്റ് കൊടുക്കുന്നില്ല എന്നുള്ള പ്രചരണം നടക്കുകയാണ്. സമയമാണ്, ഇതാണ് സമയം, കൊടുക്കേണ്ട സമയം. കഴിഞ്ഞ ദിവസം അത്തം തുടങ്ങിയല്ലോ, ഓണാഘോഷം തുടങ്ങിയല്ലോ. കറക്റ്റായിട്ട് ഇത് നമ്മൾ കൃത്യമായിട്ട് ഈ സമയത്തിൽ എത്തിക്കും. കൃത്യസമയത്ത് ഈ മാവേലി സ്റ്റോറുകളിൽ 13 എസെൻഷ്യൽ കമ്മോഡിറ്റീസ് നിത്യോപയോഗ സബ്സിഡി കൊടുക്കുന്ന 13 ഐറ്റംസ് ഫുള്ളായിട്ടുണ്ട്. എല്ലാ സാധനങ്ങളും അവിടെ കൃത്യമായിട്ട് ഉണ്ട്. കൃത്യമായിട്ടുള്ള സർക്കാർ ഇടപെടൽ അവിടെ നടത്തുന്നുണ്ട്. ഒരു വിലക്കയറ്റം ഇല്ലാതെ 13 ഒരു സാധനത്തിന്റെ വില കൂട്ടിയിട്ടില്ല. 13 സബ്സിഡി സാധനങ്ങളും ഒരു വിലക്കയറ്റം ഇല്ലാതെ കൃത്യമായിട്ട് എല്ലാ ഔട്ട്ലെറ്റിലും കേരളത്തിലെ മുഴുവൻ ഔട്ട്ലെറ്റിൽ എത്തിച്ചിട്ടുണ്ട്. പണ്ട് പല സ്ഥലത്ത് ഒഴിഞ്ഞു കിടന്നിരുന്ന് നിങ്ങൾ തന്നെ ചിത്രമൊക്കെ എടുത്ത് കൊടുത്തിട്ടുണ്ട്. ഒന്നും ഇല്ല എന്ന് പറഞ്ഞ് ഉദ്ഘാടനം നടക്കാതെ പോയിട്ടുണ്ട്. സപ്ലൈകോയുടെ ഓണം ഫെയർ LDF MLA തന്നെ ഒന്നും ഇല്ല എന്ന് പറഞ്ഞ് ഉദ്ഘാടനം ബഹിഷ്കരിച്ച് പോയ സംഭവങ്ങളൊക്കെ നേരത്തെ ഉണ്ടായിട്ടുണ്ട്. ഇപ്പൊ അങ്ങനത്തെ ഒരു സംഭവം ഒരു ഔട്ട്ലെറ്റിലും ഇല്ല. 10 ഇനങ്ങൾക്ക് കഴിഞ്ഞ ഓണത്തേക്കാൾ വില കുറച്ചു. ചെറുപയർ, ഉഴുന്ന്, വൻകടല, വൻപയർ, തുവരപ്പരിപ്പ് തുടങ്ങിയ 10 പ്രമുഖ അവശ്യ സാധനങ്ങൾക്കും കഴിഞ്ഞ ഓണക്കാലത്തെ സബ്സിഡി നിരക്കിനേക്കാൾ കുറഞ്ഞ വിലയിലാണ് വിതരണം ചെയ്യുന്നത്. ശബരി വെളിച്ചെണ്ണ വീണ്ടും വില കുറച്ചു. സപ്ലൈകോ വഴിയുള്ള ശബരി സബ്സിഡി വെളിച്ചെണ്ണയുടെ വില ലിറ്ററിന് 249 നിന്ന് 20 രൂപ കൂടി കുറച്ച് 229 രൂപയാക്കിയിട്ടാണ് ഇപ്പോൾ കൊടുക്കുന്നത്. 2 മാസത്തെ സബ്സിഡി ഒറ്റയടിക്കാണ്. ഓണം പ്രമാണിച്ച് ഓഗസ്റ്റ്, സെപ്റ്റംബർ മാസങ്ങളിലെ സബ്സിഡി സാധനങ്ങൾ റേഷൻ കാർഡ് ഉപയോഗിച്ച് ജനങ്ങൾക്ക് ഇപ്പോൾ ഒരുമിച്ച് വാങ്ങാം. അതിന്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ജില്ല തിരിച്ചുള്ള മുഴുവൻ ഡീറ്റെയിൽസും ഉണ്ട്. കഴിഞ്ഞ വാർത്താ സമ്മേളനത്തിൽ താങ്കൾ പറഞ്ഞിട്ടുള്ളത് MDMA കാസർഗോഡ് അറസ്റ്റിലായ മുഹമ്മദ് ഹുസൈനെ അദ്ദേഹത്തെ നിങ്ങൾ പരിചയപ്പെട്ടത് നവകേരള സദസ് എറണാകുളം ജില്ലയിലെത്തിയതിനു ശേഷമാണെന്നാണ് പറഞ്ഞത്. നവകേരള സദസ് എറണാകുളം ജില്ലയിലെത്തിയത് 2023 ഡിസംബർ മാസം 7 മുതൽ 10 വരെയാണ് എറണാകുളം ജില്ലയിൽ പര്യടനം നടത്തിയത്. അതിൽ 8-ാം തീയതിയാണ് ഈ പെരുമ്പാവൂരിൽ എത്തിയത്. പക്ഷെ 2021 മുതൽ തന്നെ താങ്കളും മുഹമ്മദ് ഹുസൈൻ തമ്മിൽ കണ്ടതിന്റെ FB പോസ്റ്റുകളൊക്കെ അദ്ദേഹം ഉണ്ടാവുന്നേ. ഇഷ്ടംപോലെ ആളുകൾ നമ്മളെ വന്ന് കണ്ടു കാണുന്നേ. അതിനെന്താ കുഴപ്പം? എനിക്ക് ആളെ പരിചയപ്പെട്ടത് എല്ലാവർക്കും കുറെ നേരമായല്ല പ്രസംഗിക്കുന്നു.
ഞാൻ അയാളെ പരിചയപ്പെട്ടതാണ് ഞാൻ പറഞ്ഞത്. എന്നെ വന്ന് കണ്ട് ഇഷ്ടംപോലെ ആളുകൾ ഫോട്ടോ എടുക്കുകയാണ്. അതൊക്കെ അന്ന് പറഞ്ഞ് തീർത്ത വിഷയങ്ങളാണ്. നിങ്ങൾ എന്താ ഉദ്ദേശിച്ചത്? നമ്മളിന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട് ടൈം ഫ്രെയിം ഡിക്ലെയർ ചെയ്യാൻ പോകുക ഗവൺമെന്റ്. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, കൺസെഷൻ എഗ്രിമെന്റിന്റെ ഭാഗമായിട്ട് ഗവൺമെന്റിന്റെ ചുമതലകൾ ഉണ്ടായിരുന്നു. ആ ഗവൺമെന്റിന്റെ ചുമതലകളായിരുന്നു റോഡ് കണക്ടിവിറ്റി, റെയിൽ കണക്ടിവിറ്റി. 10 വർഷം ആമ ഇഴയുന്ന വേഗത പോലും അതിനുണ്ടായിരുന്നില്ല. ഇപ്പോൾ അവിടെ കയറ്റുമതി ഇറക്കുമതി സംരംഭങ്ങൾ തുടങ്ങുന്നതൊരു വലിയ മാറ്റമാണ് കേരളത്തിൽ ഉണ്ടാകാൻ പോകുന്നത്. അപ്പോൾ ഈ റോഡ് കണക്ടിവിറ്റിയും റെയിൽ കണക്ടിവിറ്റിയും ഉണ്ടായിരുന്നുവെങ്കിൽ ഇപ്പോൾ ഈ കയറ്റുമതി ഇറക്കുമതി ആരംഭിക്കുന്നതിന്റെ 100 ഇരട്ടി ഗുണം നമുക്ക് കിട്ടുമായിരുന്നു. ഞങ്ങൾ വന്ന ഉടനെ ഞങ്ങൾ തീരുമാനിച്ചെന്താ, റിംഗ് റോഡിന് വേണ്ടിയിട്ടുള്ള 12,000 കോടി രൂപയുടെ പ്രോജക്ട് ലാൻഡ് അക്വിസിഷന് കേരളം കൊടുക്കണമെന്ന് പറഞ്ഞു. ആദ്യം പറഞ്ഞത് 1,600 കോടി കൊടുക്കണമെന്നാ. അത് കൊടുക്കാതെ വെറ്റിവെച്ച് ഇപ്പോ ലാൻഡ് അക്വിസിഷന് 3,200 കോടിയായി. ഈ ഗവൺമെന്റ് വന്ന ഉടനെ തന്നെ തീരുമാനിച്ചു 3,200 കോടി കൊടുക്കാൻ. കാരണം എന്തായാലും റോഡ് കണക്ടിവിറ്റി വേണം. അത് വളരെ വേഗത്തിൽ, കേരളത്തിൽ ഇതുവരെ നടക്കാത്ത വേഗത്തിൽ ആ ലാൻഡ് അക്വിസിഷൻ നടക്കും. അതിനു വേണ്ടിയിട്ടുള്ള പുതിയ ലാൻഡ് അക്വിസിഷന് വേണ്ടിയിട്ടുള്ള പുതിയൊരു പ്രോട്ടോകോൾ തന്നെ ഗവൺമെന്റ് തയ്യാറാക്കിയാണ്. റെയിൽ കണക്ടിവിറ്റിക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ റെയിൽവേ മിനിസ്ട്രിയായിട്ട് സംസാരിച്ചു. ഇത്രയും ദിവസത്തിനിടയിൽ ഞങ്ങൾ പോർട്ട് മിനിസ്ട്രിയായിട്ട് സംസാരിച്ചു ഡൽഹിയിൽ. ഞങ്ങൾ സർഫസ് ട്രാൻസ്പോർട്ട് മിനിസ്ട്രിയായിട്ട് സംസാരിച്ചു. ഈ പോർട്ടിന്റെ ഡെവലപ്മെന്റുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ കേന്ദ്ര ഗവൺമെന്റിന്റെ 3 ഡിപ്പാർട്ട്മെന്റുകളുമായി ഞങ്ങൾ ചർച്ച നടത്തി. ഇന്ന് ഞാൻ പരസ്യമായി പ്രഖ്യാപിച്ചിട്ടുണ്ട്, ഈ അടിസ്ഥാന സൌകര്യങ്ങൾ നമ്മൾ പൂർത്തിയാക്കുന്ന കാര്യത്തിൽ ഒരു ടൈം ഫ്രെയിം പ്രഖ്യാപിച്ച് ആ ടൈം ഫ്രെയിമിന് ഉള്ളിൽ ഇതെല്ലാം പൂർത്തിയാക്കാൻ വേണ്ടിയിട്ടുള്ള നടപടികൾ സ്വീകരിക്കും. ഇപ്പൊ നിങ്ങൾക്കറിയാം, കേരളത്തിൽ നിന്നുള്ള നമ്മുടെ സുഗന്ധദ്രവ്യങ്ങൾ, നമ്മുടെ കാർഷിക ഉൽപ്പന്നങ്ങൾ, കേരളത്തിൽ ഉണ്ടാക്കുന്ന പ്രോഡക്റ്റുകൾ, ഇതെല്ലാം പകുതി ചെലവിലും പകുതി സമയത്തും കേരളത്തിൽ നിന്ന് കയറ്റുമതി ചെയ്യാൻ പറ്റാവുന്ന ഒരു സാഹചര്യമാണ് നമുക്കിന്ന് അവിടെ ഉണ്ടായിരിക്കുന്നത്. അത് നമുക്ക് പ്രയോജനപ്പെടുത്തണം പരമാവധി. മാത്രമല്ല, ഇതൊരു ഗേറ്റ് വേ ആണ്, ഇന്റർനാഷണൽ റൂട്ടിലാണ്. ബാക്കിയുള്ള കേരളത്തിലെ പോർട്ടുകളെ, കൊച്ചിൻ പോർട്ടിനെയും അതുപോലുള്ള ബാക്കിയുള്ള 18 മിനി പോർട്ടുകളെയും കണക്ട് ചെയ്ത് മുഴുവൻ കേരളത്തെയും ഒരു തുറമുഖ നഗരമാക്കി മാറ്റുക എന്നുള്ള ഈ സർക്കാരിന്റെ സ്വപ്നം സാക്ഷാത്കരിക്കാനുള്ള മിഷൻ സമുദ്രയ്ക്കും ഇന്ന് തുടക്കമായി. ഇല്ല, അദ്ദേഹം വരാമെന്ന് സമ്മതിച്ചാണ്. അദ്ദേഹത്തിന് ഔദ്യോഗികമായിട്ടുള്ള ഒരു അടിയന്തര സാഹചര്യം വേണ്ടി വന്നതുകൊണ്ടാണ് അദ്ദേഹം വരാതിരുന്നത്. അതൊന്നും എനിക്കറിയില്ല, അത് അവരോട് ചോദിക്കണം. അവരെന്താ വരാതെന്ന് എന്നോട് ചോദിച്ചിട്ട് കാര്യമുണ്ട്. ദേശീയപാത നിർമ്മാണം വേഗത്തിലാക്കാനുള്ള നടപടികൾ ഗവൺമെന്റ് ആരംഭിച്ചിട്ടുണ്ട്. ഗവൺമെന്റ് ഞാൻ തന്നെ പങ്കെടുത്ത ദേശീയപാത അതോറിറ്റിയുടെ ആളുകളുമായിട്ടുള്ള ചർച്ചകൾ നടത്തി, വിശദമായ ചർച്ചകൾ, ഓരോ സെക്ടറിനെ കുറിച്ചുള്ള ചർച്ചകൾ നടത്തി. ചീഫ് സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ ആ ചർച്ചകൾ തുടരുകയാണ്. ഇന്നും നാളെയുമായിട്ട് ആ ചർച്ചകൾ തുടരുകയാണ്. വീണ്ടും വേഗത്തിലാക്കാൻ ഏറ്റവും സ്ലോ ആയ റീച്ചുകളുടെ കംപ്ലീറ്റ് കണക്ക് ഞങ്ങൾ എടുത്തിട്ടുണ്ട്. ഏറ്റവും സ്ലോ ആയ റീച്ചുകൾ, പ്രശ്നങ്ങളുള്ള റീച്ചുകൾ, പരാതികളുള്ള റീച്ചുകൾ എല്ലാം എടുത്തിട്ട് ഞങ്ങൾ അവർക്ക് മുമ്പാകെ അവതരിപ്പിച്ചിട്ടുണ്ട്. ഞാൻ കൂടി പങ്കെടുത്ത സുദീർഘമായ ഒരു യോഗം നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ നടന്നു. അതിന്റെ തുടർ പ്രവർത്തനങ്ങൾക്കായി ചീഫ് സെക്രട്ടറിയുടെ നേതൃത്വത്തിലും നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ നേതൃത്വത്തിലും നടക്കുന്നുണ്ട്. അത് എത്രയും പെട്ടെന്ന് പൂർത്തിയാക്കാനുള്ള നടപടികൾ തീർച്ചയായിട്ടും സ്വീകരിക്കും. അല്ല, സർക്കാർ ഞങ്ങൾ തന്നെ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട്. നേരത്തെ തന്നെ ഇക്കാര്യത്തിൽ ഞാനിപ്പോഴല്ലേ നിങ്ങളെ കാണുന്നത്, അതിശക്തമായ നിലപാട് ഞങ്ങൾ പണ്ട് മുതലേ അത് പ്രകടിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ വിളിക്കുന്നത് ശരിയല്ല. ത്രൂ ഗവൺമെന്റ് ആണ് ഒരു ഉദ്യോഗസ്ഥനെ ഗവർണർ വിളിക്കേണ്ടതെന്നുള്ള നിലപാട് UDF നിലപാടാണ്. ആ നിലപാട് വളരെ കൃത്യമാണ്. ഇത് ഇപ്പോൾ മാത്രമല്ലല്ലോ ഇത് നടക്കുന്നത്. 2018 ഒക്ടോബറിൽ ജസ്റ്റിസ് സദാശിവം ഗവർണറായിരുന്നപ്പോ DGP ലോക്നാഥ് ബെഹ്റയെ രാജ്ഭവനിലേക്ക് വിളിപ്പിച്ചത്. ഇന്ന് രാജ്ഭവനാ, ലോക്ഭവനല്ല. 2023 ഡിസംബറിൽ ഗവർണറുടെ കാറിന് നേരെ SFI പ്രവർത്തകർ അക്രമം അയച്ചുവിട്ടതിന്റെ പേരിൽ ചീഫ് സെക്രട്ടറിയെയും DGPയെയും രാജ്ഭവനിലേക്ക് വിളിപ്പിച്ചു. IPC 124 വകുപ്പ് പ്രകാരം കേസെടുക്കാൻ നിർദ്ദേശം കൊടുത്തു.
ഇതൊക്കെ സമയത്ത് മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനായിരുന്നു. മുഖ്യമന്ത്രിയുടെ വിവാദമായ മലപ്പുറം പ്രസംഗത്തിന്റെ പേരിൽ ഗവർണർ ആരിഫ് ഖാൻ 2024 ഒക്ടോബർ 7 ചീഫ് സെക്രട്ടറിയെയും DGPയെയും രാജ്ഭവനിലേക്ക് വിളിച്ചിരുന്നു. ഇതൊക്കെ വാർത്തകൾ എന്റെ കയ്യിലുണ്ട്. ഞാൻ പറഞ്ഞതാണ്, ഓർമ്മപ്പെടുത്താൻ പറഞ്ഞതാണ്. കഴിഞ്ഞ ദിവസം പ്രതിപക്ഷ നേതാവ് സംസാരിച്ചപ്പോ ഞാൻ തന്നെ വിചാരിച്ചത് ആദ്യമായിട്ടാണ് ഒരു ഉദ്യോഗസ്ഥനെ ലോക്ഭവനിലേക്ക് വിളിച്ചു വരുത്തിയെന്ന് വിചാരിച്ചത്. നേരത്തെ ഉണ്ടായിട്ടുണ്ട്, അന്നും പ്രതിഷേധിച്ചിട്ടുണ്ട്, ഇപ്പോഴും പ്രതിഷേധിച്ചു. അതുകൊണ്ട് എന്താ കാര്യം? നമ്മൾ വിയോജിപ്പ് നേരത്തെ ഞാൻ പ്രതിപക്ഷ നേതാവ് എന്നുള്ളതിൽ വിയോജിപ്പ് പ്രകടിപ്പിച്ചിട്ടുണ്ട്. UDFന്റെ രാഷ്ട്രീയമായ എതിർപ്പ് പറഞ്ഞിട്ടുണ്ട്. ഈ സർക്കാരും ആ കാര്യത്തിലൂടെ യാതൊരു കാരണവശാലും ഞാനിപ്പോഴല്ലേ നിങ്ങളെ കാണുന്നത്, ശക്തമായി ഞങ്ങൾ എതിർപ്പ് പറയും. തീർച്ചയായിട്ടും അതുമായി ബന്ധപ്പെട്ട പരിശോധന പൂർത്തിയായി. അതുമായി ബന്ധപ്പെട്ടുള്ള തീരുമാനം ഉടനുണ്ടാവും. ഒന്ന്, ഏത് കായിക വകുപ്പ് സെക്രട്ടറി തന്ന പരാതിയുടെ പുറത്തുള്ള തീരുമാനം, അതിന്റെ പരിശോധന പൂർത്തിയായി. എന്ത് നടപടികൾ സ്വീകരിക്കണം എന്ന് റെക്കമെൻഡ് ചെയ്ത് അത് ബന്ധപ്പെട്ട വകുപ്പിന് അയച്ചു കൊടുക്കും. ഒന്ന്. രണ്ടാമത്തെ കാര്യം GST വകുപ്പ് അന്വേഷണം നടത്താൻ വേണ്ടി സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ നിയോഗിച്ചിട്ടുണ്ട്. GST തട്ടിപ്പ് നടന്നിട്ടുണ്ടെന്ന് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം തന്നെ പ്രാഥമികമായി പറഞ്ഞു. അതിപ്പോ ഞങ്ങൾ കണ്ടുപിടിച്ച കാര്യമല്ല, ശരിക്കും LDF ഗവൺമെന്റ് തന്നെ കണ്ടുപിടിച്ചതാണ്. അന്നത്തെ കാലത്ത് LDF ഗവൺമെന്റ് കണ്ടുപിടിച്ച് LDF ഗവൺമെന്റ് നോട്ടീസ് കൊടുത്താണ്. ആ നോട്ടീസ് കൊടുത്തത് പിന്നീടത് മരവിപ്പിക്കപ്പെട്ടു. ആ മരവിപ്പിക്കപ്പെടാനുള്ള കാരണത്തെക്കുറിച്ച് കൂടി ഈ GSTയുടെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം അന്വേഷിക്കും. അതിൽ ഉദ്യോഗസ്ഥർക്ക് പങ്കുണ്ടോ എന്നുള്ള കാരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അന്വേഷിച്ച് GST വകുപ്പ് അത് അന്വേഷിക്കും. കാരണം സർക്കാരിന് 22 കോടി രൂപയിലധികം നഷ്ടമുണ്ടായിട്ടുണ്ട്. അതല്ല, നമ്മളത് അന്വേഷിച്ചിട്ടല്ലേ നമ്മളത് നടപടിയെടുത്താലേ കേന്ദ്ര ഏജൻസിയുടെ ആവശ്യമുണ്ടോ ഇല്ലെന്ന് നമ്മൾ അന്വേഷണം നടത്താൻ GSTയുടെ അന്വേഷണം നടക്കുന്നു. മറ്റ് അന്വേഷണത്തിന്റെ കാര്യത്തിൽ അവർ തന്ന കായിക വകുപ്പ് തന്ന പരാതി ഞങ്ങളുടെ പരിശോധന പൂർത്തിയായി, തീരുമാനം പ്രഖ്യാപിക്കും പെട്ടെന്ന് തന്നെ. അല്ല, ഇത് തീർത്തോട്ടെ, വേറെ എന്ത്? അല്ല, അത് ഞാൻ പ്രഖ്യാപിക്കും, ഞങ്ങൾ പ്രഖ്യാപിക്കും ഇത്. അവിടെ നിർമ്മാണ പ്രവർത്തനം ആരംഭിച്ചല്ലോ. ഞാൻ ഇന്നും അതിന് ആവശ്യമായ പൈസ ചെക്കിൽ ഒപ്പിട്ടിട്ടാണ് വരുന്നത്. എന്റെ കൂടി പേരിലുള്ള ജോയിന്റ് അക്കൗണ്ട്. വ്യാപകമായ പരാതി തലങ്ങും അനധികൃതമായി മാറ്റുന്നു. 3 പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടു. സിവിൽ സർവീസ് കുരുതിക്കളമാണ് എന്നാണ് പ്രതിപക്ഷ നേതാവ് അടക്കം ആരോപിച്ചത്. ഇക്കാര്യത്തിൽ CM നൽകി ഇടപെടേണ്ടത് അന്യായ സ്ഥലമാറ്റം. ഞാൻ ഇതിന്റെ ട്രാൻസ്ഫറിന്റെ പേരിൽ 3 പേരുടെ ജീവൻ നഷ്ടപ്പെട്ട കാര്യം ഞാൻ അറിഞ്ഞില്ല. നിങ്ങൾ വാർത്ത കൊടുത്തുകൊണ്ട് ജീവൻ നഷ്ടപ്പെടലാവില്ലല്ലോ. ഒരാൾ ആത്മഹത്യ ചെയ്തു എന്ന് പറയുന്ന വാർത്ത ഞങ്ങൾ 18-ാം തീയതിയാണ് അധികാരത്തിൽ വരുന്നത്. 12-ാം തീയതി നടത്തിയ ട്രാൻസ്ഫറാണ് ഒരാൾ ആത്മഹത്യ എന്ന് പറഞ്ഞത് ഞങ്ങള്. പിന്നെ ഒരാളുടെ ആ കേസ് തന്നെ ഒരു കെട്ടിടത്തിന്റെ താഴത്തെ നിലയിൽ നിന്ന് മുകളിലത്തെ നിലയിലേക്കാണ് ട്രാൻസ്ഫർ ആയിട്ടുള്ളത്. എന്നിട്ട് അതിനെക്കുറിച്ച് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു അന്വേഷണത്തിന്റെ ഘട്ടത്തിൽ ഞാൻ കാര്യങ്ങൾ പറയുന്നത് ശരിയല്ല, മനസ്സിലായില്ലേ? ഈ ട്രാൻസ്ഫർ ഒന്നും കേരളത്തിൽ ആദ്യമായിട്ട് നടക്കുന്നതല്ല. ക്രൂരമായ തരത്തിലുള്ള ട്രാൻസ്ഫറാണ് LDF ഗവൺമെന്റിന്റെ കാലത്ത് 10 കൊല്ലക്കാലം നടന്നത്. ഞങ്ങൾ കേസുകൾ കൊണ്ടുവരാം. ഭാര്യയെ കാസർഗോഡേക്കും ഭർത്താവിനെ തിരുവനന്തപുരത്തേക്കും ട്രാൻസ്ഫർ ചെയ്ത് കുടുംബത്തെ തന്നെ തകർക്കാൻ വേണ്ടി നടത്തിയ ശ്രമങ്ങൾ ഉൾപ്പെടെ കേരളത്തിൽ വ്യാപകമായ തരത്തിലെ രാഷ്ട്രീയമായി ഇടപെട്ട് ട്രാൻസ്ഫർ നടത്തിയ കഥയൊക്കെ ഉണ്ട്. ഇവിടെ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നില്ല. പക്ഷെ ഒരു ഗവൺമെന്റ് മാറി അധികാരത്തിൽ വരുമ്പോൾ ആവശ്യമായ ട്രാൻസ്ഫറുകൾ ഉണ്ടാവും, ഉറപ്പായും ഉണ്ടാവും. അതിന്റെ പേരിൽ ആളുകൾ ആത്മഹത്യ ചെയ്തു എന്ന് പറഞ്ഞ് പ്രചരിപ്പിക്കുന്നത് തെറ്റായ കാര്യമാണ്. പ്ലീസ്, ഞങ്ങളിപ്പോ ഇതെല്ലാം കഴിഞ്ഞ ഗവൺമെന്റ് കാലത്ത് എന്നാണ് ഇതെല്ലാം പൂർത്തിയായത്? നിങ്ങളുടെ കയ്യിൽ ഡേറ്റ് എന്താ? എന്റെ കയ്യിൽ ഡേറ്റ് ഉണ്ട്. കോർപ്പറേഷൻ ബോർഡുകളെല്ലാം പൂർത്തിയായത് എന്നാണ് എന്ന് കഴിഞ്ഞ ഗവൺമെന്റിന്റെ കാലത്ത് അധികാരത്തിൽ വന്നപ്പോൾ എത്ര ദിവസം കൊണ്ടാണ് അവർ പൂർത്തിയായത് എന്നുള്ളതിന്റെ കണക്ക് എന്റെ കയ്യിലുണ്ട്. അതൊന്നും വൈകിട്ടൊന്നുമില്ല.
ഞങ്ങൾ UDF തീരുമാനിച്ചിട്ട് UDF അതല്ല ഘടകകക്ഷികൾ തമ്മിൽ ആലോചിച്ചിട്ടാണ് തീരുമാനിക്കുന്നത്. ആലോചിക്കാൻ വെച്ചിരുന്ന കാര്യം വന്നു കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ഫ്ലഡ് വന്നു അല്ലെ. 10 ദിവസത്തേക്ക് നമുക്ക് ആ ചർച്ച നടത്തിയില്ല. ഞങ്ങൾ ചർച്ച പുനരാരംഭിച്ചു. ഓണം കഴിഞ്ഞ് വരുമ്പോഴേക്കും എല്ലാം റെഡിയാവും. ഒരു തരത്തിലുള്ള ഞാനത് വളരെ ഐ ഹാവ് മെയ്ഡ് ഇറ്റ് വെരി ക്ലിയർ കേട്ടോ. എന്താണ് ഒരു തരത്തിലും ഒരു പോസ്റ്റിംഗും നീക്കുന്നതിന് വേണ്ടിയിട്ട് ഇപ്പൊ ഈ പറയുന്ന പോസ്റ്റിംഗ് നീക്കുന്നതിന് വേണ്ടിയിട്ട് സർക്കാരിന്റെ ഭാഗത്തുനിന്നോ പോലീസിന്റെ ഭാഗത്തുനിന്നോ മെറ്റയോട് ആവശ്യപ്പെട്ടിട്ടില്ല. ഒന്ന്. രണ്ടാമത് ഇത് ത്രൂ ഔട്ട് കൺട്രി ഇന്ത്യയിൽ മുഴുവൻ നടക്കുന്നുണ്ട്. ഇത് എല്ലാ സംസ്ഥാനങ്ങളിലും നടക്കുന്നുണ്ട്. എല്ലാ സംസ്ഥാനത്തും ഇവിടത്തെ മാത്രം എടുത്തിട്ട് ഞാൻ മെറ്റയോട് പറഞ്ഞു, മെറ്റ അത് എനിക്കിട്ടായിരുന്നു. മെറ്റയോട് ഞാൻ പറഞ്ഞിട്ട് മെറ്റ നീക്കിയെന്ന് പറഞ്ഞിട്ട് എന്തൊരു വില കുറഞ്ഞ പ്രചരണമാണ് കേരളത്തിൽ നടത്തിയത് എന്ന് നിങ്ങളത് വായിച്ചു നോക്കാം ആദ്യം. ഇപ്പൊ പറയുന്ന വിശദീകരണം കിട്ടിയെന്ന് പറഞ്ഞാൽ അത് അറിയാവുന്നവരോട് നിങ്ങളൊന്ന് ചോദിച്ചു നോക്ക്. എന്താണ് ആ വിശദീകരണം? അതിന്റെ അർത്ഥം ഞങ്ങൾ പറഞ്ഞതാണ് ലീഗൽ റിക്വയർമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് സർക്കാരിന് എന്താ കാര്യം? ലീഗൽ റിക്വയർമെന്റ് എന്ന് അവര് പറഞ്ഞാണ്. അത് അവരുടെ ആൽഗരിതം അനുസരിച്ചുള്ള ലീഗൽ റിക്വയർമെന്റ് ആണ്. ഞങ്ങൾ ലീഗൽ റിക്വയർമെന്റ് എന്ന് വെച്ചാൽ എന്താ അർത്ഥം? നിങ്ങൾ ഓരോരുത്തർക്ക് തോന്നിയതുപോലെ ഓരോ ഓൺലൈൻ ചാനലും ഓരോ തരത്തിൽ ഇന്റർപ്രറ്റ് ചെയ്യാണ്. ലീഗൽ റിക്വയർമെന്റ് എന്ന് വെച്ചാൽ സർക്കാർ ആവശ്യപ്പെട്ടെന്നാണ് അതിന്റെ അർത്ഥം. മെറ്റ പറഞ്ഞതിന്റെ അർത്ഥം നിങ്ങൾ എത്ര ദിവസമായിട്ട് ഞാൻ പറഞ്ഞിട്ടാണ് ചെയ്യുന്നത്, അത് ഇട്ടിട്ട് ഓടി. ഏതായാലും നിങ്ങൾ തന്നെ ഇട്ടിട്ട് ഓടി. എന്തൊക്കെ കഥകളാണ്, ഓരോ കഥകളാണ് വരുന്നത്. കൈമാറ്റവുമായി ബന്ധപ്പെട്ട് അങ്ങ് പറഞ്ഞു അതിർത്തി അദാനിയെ അറിയിച്ചിട്ടുണ്ട് എന്ന് മുമ്പ് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. അങ്ങനെ ഒരു വിവരാവകാശ രേഖയിൽ മറുപടിയായി ലഭിച്ചത് അങ്ങനെ സർക്കാരിന്റെ ഭാഗമായി ഒരു അതിർത്തി അറിയിച്ചിട്ടില്ല. ആര് പറഞ്ഞു? വിവരാവകാശ രേഖയിൽ ആര് പറഞ്ഞു? അതെനിക്കറിയില്ല. നേരിട്ട് തന്നെ അവരെ അറിയിച്ചിട്ടുണ്ട്, അതിർത്തി അറിയിച്ചിട്ടുണ്ട്. അത് പരസ്യമായി പത്രസമ്മേളനം നടത്തി പറഞ്ഞിട്ടുണ്ട്. അവരുടെ ഉടനെ തന്നെ പിറ്റേ ദിവസം തന്നെ അവരതിന്റെ അകത്ത് സോറി പറഞ്ഞുകൊണ്ട് നമുക്ക് കത്ത് തന്നു. ഞങ്ങളത് വേറെ മനഃപൂർവ്വമായി ചെയ്തതല്ല, ഗുജറാത്തിലും എന്നൂരിലും ഒക്കെ ചെയ്തതുപോലെയാണ് ഞങ്ങൾ സെബിക്ക് ഇത് അയച്ചത്. നമ്മൾ ആകെ പരാതി പറഞ്ഞത് സെബിക്ക് അയക്കുന്നതിന് മുമ്പ് ഇതിന്റെ ഓണറായ പോർട്ടിന്റെ ഓണറായി ഞങ്ങളെ അറിയിക്കണം എന്നാണ് പറഞ്ഞിരുന്നത്. അത് അറിയിച്ചില്ലാത്തതിനാണ് നമ്മൾ അസംതൃപ്തി പറഞ്ഞത്. അവര് തന്ന കത്തുണ്ട്, അവരത് വിശദീകരിച്ചുകൊണ്ട് അവരതിനകത്ത് ക്ഷമ ചോദിച്ചുകൊണ്ട് അവര് തന്ന കത്തുണ്ട്. ഇല്ല, ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ ആരെങ്കിലും പരാതി കൊടുത്താൽ സർക്കാർ അതിന്റെ കൂടെ നിൽക്കാം എന്നാണ് എന്റെ വാക്ക്. അഗ്രീവ്ഡ് പാർട്ടി സർക്കാരല്ലല്ലോ, അഗ്രീവ്ഡ് പാർട്ടി നീക്കം ചെയ്ത ഓൺലൈനുകളാണ്, നിങ്ങൾ ഇട്ട പോസ്റ്റുകളാണ് മെറ്റ നീക്കം ചെയ്ത്. നിങ്ങൾ പരാതി കൊടുത്താൽ നിങ്ങളാണ് അഗ്രീവ്ഡ് പാർട്ടി. ഇതൊക്കെ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം നല്ല ക്ലാരിറ്റിയോട് പറഞ്ഞ അഗ്രീവ്ഡ് പാർട്ടി. ആ നിങ്ങൾ കൊടുത്താൽ നമ്മൾ അതിന്റെ കൂടെ നിൽക്കാം. ഇല്ല 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 നമ്മൾ ചോദിച്ചിട്ടില്ലല്ലോ, അവരോട് ചോദിച്ചിട്ടില്ലല്ലോ. ഞാൻ അന്ന് ക്ലിയർ ചെയ്ത് പറഞ്ഞു, ഞങ്ങൾക്ക് ചോദിക്കാൻ പറ്റില്ലല്ലോ, ഞങ്ങളല്ല അഗ്രീവ്ഡ് പാർട്ടി. ഇല്ല 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 ഇതുവരെ കിട്ടിയിട്ടില്ല, എനിക്ക് കിട്ടിയിട്ടില്ല ഇതുവരെ. അല്ല, നമ്മുടെ മുമ്പിലൊന്നും വന്നിട്ടില്ല. എന്തായാലും പല ആവശ്യങ്ങളും വന്നിട്ടുണ്ട് പല സ്ഥലത്തും. നല്ല ഒരുപാട് ആരോപണങ്ങളാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. ഒന്ന് ജമാഅത്ത് ഇസ്ലാമിക്കും ലീഗിനും കീഴടങ്ങിയെന്ന്, ഒരു സ്ഥലത്ത് പറയും BJPക്ക് കീഴടങ്ങിയെന്ന് പറയും. ഒരാൾക്ക് കീഴടങ്ങുന്ന സർക്കാരല്ല ഇവിടെയുള്ളത്. ഒരാളും ഈ സർക്കാരിന്റെ മീതെ ഒരു തരത്തിലുള്ള സമ്മർദ്ദവും ചെലുത്തൂല. കേരളത്തിലെ ഒരു ജാതി മത സംഘടനകളോ ഒരു പ്രസ്ഥാനമോ ഈ സർക്കാരിന്റെ മീതെ ഒരു സമ്മർദ്ദവും ചെലുത്തൂല. ഒരു സമ്മർദ്ദത്തിനും വഴങ്ങുന്ന സർക്കാരല്ല, ഒരു സമ്മർദ്ദത്തിനും വഴങ്ങുന്ന സർക്കാരല്ല ഇതെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും നന്നായിട്ട് അറിയാലോ. അത് അതിനെക്കുറിച്ചുള്ള വിശദീകരണം ACC തന്നെ പറയും, ഞാനല്ലോ പറയണ്ടേ. അല്ല, ഇടപെടാ നിങ്ങൾ. ഞാൻ പറഞ്ഞല്ലോ, നിങ്ങളടക്കം ഇപ്പൊ എനിക്കെതിരെ ഇട്ടിരിക്കുന്ന പോസ്റ്റുകൾ ഞാൻ പറഞ്ഞ കഴിഞ്ഞ ദിവസം, അത് നീക്കം ചെയ്തതിനെതിരായിട്ട് നിങ്ങൾ ആരെങ്കിലും പരാതി കൊടുത്താൽ അതിന്റെ കൂടെ സർക്കാർ നിൽക്കാം. അങ്ങനെ ഏതെങ്കിലും സർക്കാർ പറഞ്ഞിട്ടുണ്ടോ? ഏതെങ്കിലും മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ടോ? എനിക്കെതിരെ എന്നെ അധിക്ഷേപിക്കുന്ന തരത്തിലിട്ട പോസ്റ്റുകളാണ്, അധിക്ഷേപിക്കുന്ന തരത്തിലിട്ട പോസ്റ്റ്. അത് നീക്കം ചെയ്തതിനെതിരെ നിങ്ങൾ പരാതി കൊടുത്താൽ നീക്കം ചെയ്ത മെറ്റയുടെ കൂടെയല്ല, ആ പോസ്റ്റ് എന്നെ അധിക്ഷേപിക്കുന്ന പോസ്റ്റ് ഇട്ട നിങ്ങളുടെ കൂടെ നിൽക്കായി സർക്കാർ. ഇങ്ങനെ ഈ കേരളത്തിന്റെ ചരിത്രത്തിൽ, ഈ രാജ്യത്തിന്റെ ചരിത്രത്തിൽ ഒരു സർക്കാരും
ഇങ്ങനൊരു നിലപാടെടുത്തിട്ടില്ല. അതുകൂടി ഒന്ന് റിപ്പോർട്ട് ചെയ്താൽ നന്നായിരിക്കും.